ഗ്രീവിയസ് ഹർട്ട്. ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത് ഒരു ഇഞ്ചറി തന്നെയാണ്, ഓഫ് മോർ സീരിയസ് നേച്ചർ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള നേച്ചറിൽ. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 116 ഭാരതീയ നാഗര സംഹിത BNS ആണ്. 116 BNS. അക്കോർഡിംഗ് ടു 116 BNS, എനി ഓഫ് ദ ഫോളോയിങ് ഇഞ്ചുറീസ് ആർ ഗ്രീവിയസ്. എന്തൊക്കെ ഇഞ്ചുറീസ് ആണ് ഗ്രീവിയസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എമാസ്കുലേഷൻ. ഒരു ന്യൂമോണിക് ഉണ്ട്. എവറി സ്റ്റുഡൻറ്റ് ഹാഡ് റിമെമ്പേർഡ് ഇഞ്ചുറി ഡെഫിനിഷൻ. ഫോർഗട്ട് 20 days അല്ല, ഇപ്പോൾ 15 days ആണ്. സെക്ഷൻ 116 ആണ്. പാസിംഗ് പെയിൻ, എക്സാമിനേഷൻ, എൻഡേഞ്ചറിങ് പെയിൻ. ഫസ്റ്റ് പോയിൻ്റ് ഇമാസ്കുലേഷൻ. സെക്കൻഡ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈറ്റ് ഓഫ് പെർമനൻ്റ് പ്രൈവേഷൻ എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവുക, അതിനെ പറയുന്നത് പെർമനൻ്റായിട്ട് പ്രൈവേഷൻ ഓഫ് സൈറ്റ് ഓഫ് എയ്തർ ഐ, ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയോ, പെർമനൻ്റ് പ്രൈവേഷൻ ഓഫ് എന്തെങ്കിലും ഏതെങ്കിലും ചെവിയുടെ കേൾവിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയോ, അതാണ് ഹിയറിംഗ് ഓഫ് എയ്തർ ഇയർ. പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻ്റ്. ഒരു മെമ്പർ ഓർ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിരലുകൾ ഒരു മെമ്പറാണ്. അത് പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ഓഫ് ജോയിൻ്റ്. അടുത്തത് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു പെർമനൻ്റ് ഇമ്പയറിങ് ഓഫ് ദ പവർ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻ്റ് എന്നാണ്. പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻ്റ് എന്ന് പറയും. അവിടെ എന്തെങ്കിലും ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ പെർമനൻ്റ് ഇമ്പയറിങ്ങോ ഉണ്ടാവുകയാണെങ്കിൽ. പെർമനൻ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഹെഡ് ഓർ ഫേസ്, ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺ ഓർ ടൂത്ത്. അടുത്തതെന്ന് പറഞ്ഞാൽ എനി ഹർട്ട് അത് വിച്ച് എൻഡേഞ്ചേഴ്സ് ദ ലൈഫ്, ജീവിതത്തിന് ഡേഞ്ചേഴ്സ് സംഭവിക്കുകയാണെങ്കിലോ, വിച്ച് കോസസ് വിക്ടിം ടു ബി ഇൻ സിവിയർലി ബോഡിലി പെയിൻ ഓർ അൺഎബിൾ ടു ഫോളോ ഹിസ് ഓർഡിനറി പെർസ്യൂട്ട് ഫോർ എ പീരീഡ് ഓഫ് 15 days, 15 ദിവസം. എമാസ്കുലേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മസ്കുലിൻ പവർ, ഒരു മെയിലിൻ്റെ ലോസ് ഓഫ് ദ മസ്കുലിൻ പവർ ഓഫ് എ മെയിൽ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇൻക്ലൂഡ് എക്സിഷൻ ഓഫ് പെനിസ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഫെയിലിയർ ഓഫ് ഇറക്ഷൻ, കാസ്ട്രേഷൻ ഇൻവോൾവിങ് ബോത്ത് ടെസ്റ്റിക്കിൾസ് ബിഫോർ പ്യൂബർട്ടി ലീഡിങ് ടു ഇമ്പോർട്ടൻസ്. പെർമനൻ്റ് പ്രൈവേഷൻ ഓഫ് സൈറ്റ് ഓഫ് എയ്തർ ഇയർ ഓർ ഹിയറിംഗ് ഓഫ് എയ്തർ ഇയർ. എന്തെങ്കിലും നഷ്ടപ്പെടുക, ലോസ് ഓർ പ്രൈവേഷൻ ഓഫ് സൈറ്റ് ഓർ ഹിയറിങ്, ചിലപ്പം പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ നീഡ് നോട്ട് ബി കംപ്ലീറ്റ് ബട്ട് ഹാസ് ടു ബി പെർമനൻറ്റ്. Again, permanent does not mean that it should be incurable. ഈ പെർമനൻ്റ് എന്ന് വിചാരിക്കുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്ത് അത് ചികിത്സിച്ചെടുക്കാം. പക്ഷെ എന്നാലും അവിടെ ഒരു പെർമനൻ്റ്, ഇപ്പം ഒരു സർജറി ചെയ്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമോ കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായാൽ പോലും അതിൽ കാര്യമില്ല. ക്യൂർ ചെയ്യാൻ വേണേൽ പറ്റും. എന്നാൽ പോലും അവിടെ ഒരു പെർമനൻ്റ് പ്രൈവേഷനോ സൈറ്റ് ഓഫ് എയ്തർ അയറോ ഹിയറിംഗ് ഓഫ് എയ്തർ ഇയറിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ പാതിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടല്ലായിരിക്കും, ബട്ട് ഹാസ് ടു ബി പെർമനൻ്റ് ആയിരിക്കണം. ഓക്കെ, അത് സർജറി ചെയ്താലും ചിലപ്പോൾ കുറയുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എഗെയിൻ, പെർമനൻറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻകറബിൾ. ഈവൻ ഇഫ് എനി മെഡിക്കൽ ഇൻ്റർവെൻഷൻ റിപ്പേഴ്സ് എനി ഡാമേജ് ഡൺ ഓർ റീസ്റ്റോഴ്സ് വിഷനോ ഹിയറിങ്ങിനോ, സ്റ്റിൽ ഇഞ്ചുറി വുഡ് ബി ടേംഡ് ഗ്രീവിയസ് ഹർട്ട് ബിക്കോസ് law considers what would happen in the ordinary course of nature. നമ്മുടെ ലോ കൺസിഡർ ചെയ്യുന്നത്
എന്തെങ്കിലും സർജറി ചെയ്തോ അതൊക്കെ റിപ്പയർ എടുക്കാം എന്നുള്ളതല്ല. ആ സമയത്ത് വാട്ട് ഹാപ്പൻ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചറിൽ ആ ഇഞ്ചുറി ഗ്രീവിയസ് എന്നറിയപ്പെടണമെങ്കിൽ അവിടെ പെർമനൻറ്റ് പ്രൈവേഷൻ ഓഫ് സൈറ്റ് ഓഫ് എയ്തർ ഓഫ് ഐ ഓർ ഹിയറിംഗ് ഓഫ് എയ്തർ, മൊത്തത്തിൽ പറഞ്ഞാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടുകയോ അവരുടെ കേൾവി നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് പെർമനൻ്റ് ആവണം. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ആ ടേമിൽ, ആ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചറിൽ അത് കൺസിഡർ ചെയ്യുന്നത് ഗ്രീവിയസ് ഹർട്ടായിട്ട് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻറ്റ്. അതിൻ്റെ അകത്തെ പ്രൈവേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓർ പെർമനൻറ്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ മെമ്പർ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻറ്റ്. ഈ മെമ്പർ എന്ന് പറയുന്നത് ബോഡീൻ്റെ ഒരു പാർട്ടാണ് വിച്ച് ഹാസ് സെപ്പറേറ്റ് മോർഫോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ ഐഡൻറ്റിറ്റി. മെമ്പർ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ഒരു 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 ബോഡി പാർട്ടാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വിച്ച് ഹാസ് സെപ്പറേറ്റ് മോർഫോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ ഈ പ്രൈവേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ പെർമനൻറ്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവർ ഓഫ് എ മെമ്പർ ഓർ എ ജോയിൻ്റ് amounts to grievous injury. അടുത്തത് പെർമനൻ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഹെഡ് ഓർ ഫേസ്. പെർമനൻ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഹെഡ് ഓർ ഫേസ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊവിഷൻ ഹാസ് ഇലാസ്റ്റിസിറ്റി ഇൻ ഇറ്റ് ബിക്കോസ് എമൗണ്ട് ഓഫ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഫേസ് വിച്ച് മേ ബി കൺസിഡർ ഗ്രീവിയസ് ഇൻ എ കേസ് may not be considered so in another case. An irregular permanent scar on a face of a young unmarried girl or a stage or cinema actress or a model may be considered grievous because എന്തെങ്കിലും ഒരു ഇറഗുലറായിട്ട് സ്മോൾ പെർമനൻറ്റ് സ്കാറോ ഒരു നടിയുടെയോ മുഖത്തോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രീവിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ബിക്കോസ് ദിസ് മേ അഫക്റ്റ് അവരുടെ ജീവിതത്തിനോ അവരുടെ ലൈവ്ഹുഡിനോ അത് അഫക്റ്റഡ് ആവാം മോസ്റ്റ് അഡ്വേഴ്സ്ലി. ബട്ട് എ സിമിലർ സ്കാർ മേ നോട്ട് ബി കൺസിഡർ ഗ്രീവിയസ് ഇൻ കേസ് ഓഫ് എ ഓൾഡ് വുമൺ. എന്നാൽ ഒരു പ്രായം ചെന്ന യുവതി ഒരു വൃദ്ധയ്ക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, പെർമനൻറ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഹെഡ് ഓർ ഫേസ് ആണോ സംഭവിച്ചെങ്കിൽ അതിനെ നമുക്കിത് ഗ്രീവിയസ് ഹർട്ടാണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് പ്രൊവിഷൻ ഹാസ് ഇലാസ്റ്റിസിറ്റി ഇൻ ഇറ്റ് ബിക്കോസ് എമൗണ്ട് ഓഫ് ഡിസ്ഫിഗറേഷൻ വിച്ച് മേ ബി കൺസിഡർ ഗ്രീവിയസ് ഇൻ എ കേസ് മേ നോട്ട് ബി കൺസിഡർ സോ ഇൻ അനദർ കേസ് എന്ന് പറയുന്നത്. ഹവർ ഇറ്റ്സ് അപ് ടു ദ കോർട്ട് ടു ഡിസൈഡ് ദ ക്വാണ്ടം ഓഫ് പണിഷ്മെൻറ്റ് ഇൻ സച്ച് കേസസ്. എന്നാൽ കോടതിക്കാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളത്. ഡോക്ടർ ഹാസ് ടു ഒപ്പീൻ ബേസ്ഡ് ഓൺ എ മെഡിക്കൽ ഫാക്ട് ദാറ്റ് വെദർ ആൻ ഇഞ്ചുറി വിൽ കോസ് സ്കാറിങ് ഓർ നോട്ട്. അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ച് കഴിഞ്ഞിട്ട് അവിടെ മുഖത്തിനോ വല്ലതും സ്കാർ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് കോടതി അതുപോലെ തന്നെ മെഡിക്കൽ ഫാക്റ്റുമാണ് ചെക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയനോടാണ് എടുക്കുന്നത്. അടുത്തത് ഫ്രാക്ചർ ഓഫ് ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺ ഓർ ടൂത്ത് ഓഫ് എനി എക്സ്റ്റെൻറ്റ് ഓർ ഡയമെൻഷൻ വിൽ എമൗണ്ട് ടു ഗ്രീവിയസ് ഹർട്ട്. അടുത്തത് എനി ഹർട്ട് വിച്ച് എൻഡേഞ്ചേഴ്സ് ലൈഫ് ഓർ വിച്ച് കോസസ് ദ വിക്ടിം ടു ബി ഇൻ സിവിയർലി ബോഡിലി പെയിൻ ഓർ അൺഎബിൾ ടു ഫോളോ ഹിസ് ഓർഡിനറി പെർസ്യൂട്ട് ഫോർ എ പീരീഡ് ഓഫ് 15 days. പണ്ട് 20 ദിവസമാണെങ്കിൽ ഇപ്പോൾ അത് 15 days 116 BNS ഗ്രീവിയസ് ഹർട്ടിൻ്റെ അകത്ത് ചേഞ്ച് ആക്കിയിട്ടുള്ളത് 20 ദിവസത്തിൽ നിന്നും 15 ഡേയ്സിലേക്ക് മാറ്റി. ഹർട്ട് വിച്ച് എൻഡേഞ്ചേഴ്സ് ലൈഫ് മീൻസ് ഇഞ്ചുറി വിച്ച് മേ ഓർ ഈസ് ലൈക്ലി കോസ് ഡെത്ത് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് എ ട്രീറ്റ്മെൻറ്റ് ഗിവൺ ഓർ നോട്ട്. ഹർട്ട് എന്നത് ജീവന് ഭീഷണി തന്നെയാണ്. വിച്ച് മീൻസ് ഇഞ്ചുറി വിച്ച് മേ ഓർ ഈസ് ലൈക്ലി കോസ് ഡെത്ത് ഇൻ കോഴ്സ് ഓഫ് നേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗിവൺ. അതുപോലെ ആസ് റിഗാർഡ് സിവിയർ ഒരു വേദന സിവിയർലി ബോഡിലി പറയുമ്പോൾ 1 to 2 ബ്രൂസ് ചതവോ മുറിവോ അബറേഷൻ മേ നോട്ട് ബി കൺസിഡർഡ് ഗ്രീവിയസ് ബട്ട് മൾട്ടിപ്പിൾ ബ്രൂസസ് ഓർ അബറേഷൻ ഇൻവോൾവിങ് എക്സ്റ്റെൻസീവ് ബോഡി സർഫസ് മുഴുവനായിട്ട് ചതവും മുറിവുകളും ബോഡി സർഫസിൽ ഉണ്ടാകുന്നതിനെയാണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത്. ഇൻ എ വേ ഓഫ് കോസിങ് സിവിയർ ബോഡിലി പെയിൻ ഓർ ഈവൻ എൻഡേഞ്ചറിങ് ലൈഫ്. ആ പേഷ്യൻറ്റിന് വളരെയേറെ വേദന സഹിക്കുന്നുമുണ്ട്. ആ മുറിവുകൾ
അവരുടെ ജീവന് ഭീഷണി, എൻഡേഞ്ചറിങ് ഹിസ് ലൈഫ്, ജീവന് ഭീഷണിയായി തന്നെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഫ്രേസ് അൺഎബിൾ ടു ഫോളോ ഹിസ് ഓർഡിനറി പെർസ്യൂട്ട് ഫോർ 15 days, 20 ദിവസമല്ല 15 days, മീൻസ് ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി അൺഎബിൾ ഫോർ 15 days ടു ഗോ ഇൻ ടു ദ അവർക്ക് ടോയ്ലറ്റിൽ പോകാനോ, ടോയ്ലറ്റിംഗ് ബൈ ഹിംസെൽഫ്, ടേക്കിംഗ് ബാത്ത് ബൈ ഹിംസെൽഫ്, or taking food by himself, apart from being unable to do his other routine works. Thank you.